ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ വധിച്ച ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സത്യം ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നത് തടയുന്നതിനും അവരുടെ ശബ്ദങ്ങൾ എന്നേക്കുമായി നിശബ്ദമാക്കുന്നതിനുമാണ് ഇത്തരം കൊലപാതകങ്ങളെന്ന് ഖത്തർ പ്രസ് സെന്റർ പറഞ്ഞു. ഗസ മുനമ്പിൽ അൽ ജസീറ ലേഖകരടക്കം 6 മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയെ ഖത്തർ പ്രസ് സെന്റർ ശക്തമായി അപലപിച്ചു. അൽ ജസീറ ലേഖകരായ അനസൽ ഷെരീഫ്, മുഹമ്മദ് ഖുരൈക്ക്, ക്യാമറമാൻമാരായ ഇബ്രാഹിം ദാഹർ, മുഹമ്മദ് നൊഫാൽ, മോമൻ അലീവ എന്നിവരും പ്രാദേശിക ഫ്രീലാൻസ് റിപ്പോർട്ടർ മുഹമ്മദ് അൽ ഖൽദിയുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിന് മുന്നിലെ ടെന്റിൽ ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം ബോംബാക്രമണം നടത്തുകയായിരുന്നു. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് അനസടക്കം 6 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം നിഷ്കരണം കൊലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലെ തങ്ങളുടെ വംശഹത്യാ നടപടി പുറം ലോകം അറിയരുതെന്ന കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ജസീറ മാധ്യമപ്രവർത്തകരെ സൈന്യം ലക്ഷ്യമാക്കിയത്. ഗസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ അധിനിവേശ സൈനിക വക്താവ് അവിച്ചയ് അദ്രായിയും കൂട്ടരും അനസൽ ഷെരീഫിനെതിരെ ആസൂത്രിതമായ പ്രകോപന പ്രചാരണം തുടർന്നു വരികയായിരുന്നുവെന്നും പ്രസ് സെന്റർ കുറ്റപ്പെടുത്തി. ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ എണ്ണം 237ആയി ഉയർന്നു. ഇത്തരം ക്രൂരതകൾക്കെതിരെ ലോകമൊട്ടുക്ക് അതിശക്തമായ പ്രതികരണം ഉയർന്നുവരണമെന്നും ഖത്തർ പ്രസ് സെന്റർ ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24 ദോഹ.